അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത്തവണ ഇറാൻ അമേരിക്കക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മാസം മുമ്പ് ഒമാൻ കടലിൽ വെച്ച് അമേരിക്കയുടെ ഓയിൽ ടാങ്കറായ സൂയസ് രാജനെ ഇറാൻ സൈന്യം പിടികൂടിയിരുന്നു. ലാറ്റിൻ അമേരിക്കയിലേക്ക് ക്രൂഡ് ഓയിലുമായി പോയപ്പോൾ ഇറാന്റെ ക്രൂഡ് ഓയിൽ ഉപരോധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അമേരിക്ക തട്ടിയെടുത്തതിന് പ്രതികാരമായാണ് സൂയസ് രാജനെ ഇറാൻ കോടതിയുടെ ഉത്തരവ് പ്രകാരം ഒമാൻ തീരത്ത് വെച്ച് ക്രൂഡ് ഓയിലുമായി ഇറാൻ സേന പിടികൂടിയത്. ഇന്ന് അമേരിക്കയുടെ രണ്ടാമത്തെ ഓയിൽ ടാങ്കറും ഇറാൻ നേവി പിടികൂടിയിരിക്കുകയാണ്. ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഒമാൻ കടലിൽ വെച്ചാണ് ഇറാൻ നേവി മാർഷൽ ഐലൻഡിന്റെ പതാക വെച്ച അഡ്വാൻറ്റേജ് സ്വീറ്റ് എന്ന അമേരിക്കയുടെ ഓയിൽ ടാങ്കർ പിടിച്ചെടുത്തിരിക്കുന്നത്. $50 മില്യൺ കൂടുതൽ വില വരുന്ന ക്രൂഡ് ഓയിൽ കപ്പലിലുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. കുവൈറ്റിൽ നിന്നും അമേരിക്കയിലെ ഹൂസ്റ്റണിലേക്ക് പോകുന്ന കപ്പലിനെ ഒമാൻ കടലിൽ വെച്ചാണ് ഇറാൻ നേവി പിടിച്ചെടുത്തിരിക്കുന്നത്. അതിന് കാരണമായി ഇറാൻ പറയുന്നത് ആണവ പദ്ധതികളുടെ പേര് പറഞ്ഞ് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം മൂലം ഇറാനിലുള്ള അസുഖബാധിതരായ രോഗികൾക്കുള്ള മരുന്ന് തടഞ്ഞു വച്ചിരിക്കുകയാണ്. സ്വീഡൻ ആസ്ഥാനമായ കമ്പനിയാണ് ഈ മരുന്ന് വിതരണം ചെയ്യുന്നത്. അമേരിക്ക ഇടപെട്ട് ഈ മരുന്ന് ഇറാനിൽ വിതരണം ചെയ്യുന്നത് തടഞ്ഞിരിക്കുകയാണ്. ഈ കാരണം കൊണ്ട് ഇറാനിൽ നിരവധി ആളുകൾ, കുട്ടികളടക്കം ശാരീരികമായും മാനസികമായും വലിയ പ്രയാസം അനുഭവിക്കുകയാണ്. ഈ വിഷയത്തിന്റെ പേരിൽ ചില രോഗികൾ ടെഹ്റാനിലെ കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ഉത്തരവിട്ടത് ഇവരുടെ ദുരിതത്തിന് കാരണമായ അമേരിക്ക രോഗികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ്. അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്കയുടെ ഓയിൽ ടാങ്കർ പിടിച്ചെടുത്തത് എന്നാണ് ഇറാൻ സൈന്യം പറയുന്നത്. ഇതിനോട് അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ ഏത് തരത്തിലുള്ള നീക്കങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇറാൻ അമേരിക്കയുടെ രണ്ടാമത്തെ ഓയിൽ ടാങ്കറും പിടികൂടിയിരിക്കുന്നത്.